ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ മാസം സകല മരിച്ച വിശ്വാസികളെയും ഓർത്ത് ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസം. ഇന്നലെ നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിച്ചു. അറിയപ്പെടുന്നവരും സഭയിൽ അറിയപ്പെടാത്തവരുമായ ഉയർത്തപ്പെടാത്തവരുമായ സകല വിശുദ്ധരെയും അനുസ്മരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നിതാ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. പൂർവികരായിട്ടുള്ളവർ, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഉപകാരികൾ, ഉപകർത്താക്കൾ, സഹോദരി സഹോദരന്മാർ, ശൈശവത്തിൽ മരിച്ചു പോയിട്ടുള്ള കുഞ്ഞുമക്കൾ, അങ്ങനെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ ആരും പോരുമില്ലാതെ, പ്രാർത്ഥിക്കാൻ ആരും പോരുമില്ലാതെ നിത്യനരകത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും ഓർമ്മ ആചരിച്ചപ്പോൾ അവർ സ്വർഗത്തിൽ വിജയമകുടം ചൂടിയവരാണ്. ഭൂമിയിൽ ജീവിക്കുന്നവരായ നമുക്ക് വേണ്ടി അവർ ദൈവസന്നിധി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹനസഭയിലെ അംഗങ്ങളായ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ തീർത്ഥയാത്ര ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ സഹനങ്ങളുടെ മേഖലയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഉയർപ്പിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുകയാണ്. അതേപോലെ നമുക്ക് വിജയസഭ, നമുക്ക് തീർത്ഥാടകരായ നമുക്ക് നിത്യ നരകത്തിലായിരിക്കുന്ന, ശുദ്ധീകരണത്തിലായിരിക്കുന്ന ആത്മാക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ വിജയസഭയിലേക്ക്, അതായത് ഉന്നത വിജയത്തിലേക്ക്, ദൈവത്തിൻ്റെ കൂടാരത്തിലേക്ക് എത്തിച്ചു തീർക്കാൻ നമ്മുടേതാവുന്ന എല്ലാ പശ്ചാത്താപ പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ, വിശുദ്ധ കുർബാന, കുമ്പസാരം, ഇവയിലൂടെ നമുക്ക് നമ്മുടെ ആത്മാവുകളെ നേടി ദൈവസന്നിധിയിൽ എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ മാസം തുടർച്ചയായിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ കൊണ്ട് പ്രാർത്ഥന വളരെ വ്യക്തതയോടെ നിർവഹിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.